പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, നിങ്ങളുടെ പ്രിയങ്കരനായ MP ശ്രീ KK ശ്രീകണ്ഠൻ 13 വർഷത്തോളം ഈ നിയോജകമണ്ഡലത്തിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച, ഇപ്പോൾ എൻ്റെ പഴയ വടകരയെ ഇന്ന് പ്രതിനിധീകരിക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ MP, ശ്രീ മോൻസ് ജോസഫ് MLA, AICCയുടെ സെക്രട്ടറി ശ്രീ മോഹൻ ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇവിടെ ശ്രീകണ്ഠൻ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൽ സാധാരണയായിട്ട് MLA-മാർ MP-മാരാകുന്നതും MP-മാർ MLA-മാരാകുന്നതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. അത് പാലക്കാട് മാത്രം സംഭവിച്ചതല്ല. ഇവിടെ തന്നെ തൊട്ടടുത്ത ചേലക്കരയിൽ എന്താ ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു? മന്ത്രിയായ രാധാകൃഷ്ണൻ MP-ആയി ജയിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. അതുപോലെ സാഹചര്യത്തിൽ തന്നെയാണ് UDF ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം ജയിച്ചു. അതുകൊണ്ട് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ഇപ്പോൾ ഇതേ ഇലക്ഷൻ നടക്കുന്ന ദിവസം കർണാടകയിൽ 3 നിയോജകമണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട്. 3ഉം BJP ജനതാദൾ എസ് MLA-മാർ MP-മാരായതുകൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിൽ 10 അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 7ഉം BJP-യുടെ MLA-മാർ രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. അപ്പോൾ ഇത് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മാത്രം സംഭവിച്ചൊന്നുമല്ല. പാലക്കാട് മാത്രം എന്തോ ഒരു അപരാധം നടന്ന പോലെയാണ് ഇവിടെ ചിലരൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ എന്നോട് ചാനലുകാർ ചോദിച്ചു, മത്സരം ആര് തമ്മിലാണെന്ന്. ഞാൻ പറഞ്ഞത് UDF LDF മത്സരം എന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല. ഇവിടുത്തെ BJP, ഞാൻ ആരും വ്യക്തിപരമായിട്ട് പറയല്ല, ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് അവരുടെ പാർട്ടിക്കാർ പറഞ്ഞത് അദ്ദേഹത്തിന് വോട്ട് വേണ്ട, നോട്ട് മതി എന്നാണ്. അപ്പം അങ്ങനെ നോട്ട് മതി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയോട് നമ്മൾ മത്സരിക്കുന്നത് എന്ന് പറയുന്നൊരു മോശമല്ലേ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാൻ കഴിയുമ്പോൾ അതവരോട് തങ്കപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സജഷൻ പറയാം. മത്സരം UDF-ഉം LDF BJP സംയുക്ത സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള മത്സരം. ഇത് തമ്മിലാണ് മത്സരം. കാരണം ഇവർ രണ്ടുപേരും പരസ്പരം പൂരകങ്ങളാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്താണ് കൊടകര കുഴൽപ്പണ കേസ്. ആ കേസ് ഇങ്ങനെ വീണ്ടും അതിങ്ങനെ പൊടി തട്ടിയൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുന്ന നേരത്താണ് BJP-ക്കാർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സന്ദർഭത്തിലാണ് LDF-കാരൻ്റെ ഒരു നീലപ്പെട്ടി അന്വേഷിച്ച് രാത്രി ഒരു ഹോട്ടലിൽ കയറിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് NN കൃഷ്ണദാസിനെ പറയുന്ന നീലപ്പെട്ടിയുടെ പിന്നാലെ പോകണം. ആരാ പിന്നാലെ പോയതാരാ? ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ രാത്രിയിൽ ചില നാടകങ്ങൾ നടത്തുന്നതിനാണ്? എന്നിട്ട് അവസാനം കിട്ടിയത് നീലപ്പെട്ടി. നീലപ്പെട്ടിക്ക് അകത്തെന്താ? സാധാരണ നമ്മളൊക്കെ പോകുമ്പോഴുള്ളത് പോലെ ഷർട്ടും മുണ്ടും, പിന്നെ അതിൻ്റെ അടിയിലും ചിലതൊക്കെ വേണമല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് കോടികൾ കടത്തി, മറ്റേത് കടത്തി, മറിച്ചേത് കടത്തി. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, 23-ാം തീയതി കഴിഞ്ഞാലും വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളിൽ വനിതാ പോലീസില്ലാതെ കയറിയ ആ കാര്യം അത് 23-ാം തീയതി കഴിഞ്ഞാലും കോൺഗ്രസും UDF-ഉം അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് ഒരു സംശയത്തില്ല. ഇവിടെ എന്തുകൊണ്ടാണ് വികസനം ചർച്ച ചെയ്യാത്തത്? സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യാറ്? ഇവിടെ ത്രികോണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വികസനം ചർച്ച ചെയ്യണ്ടേ? അതിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യണ്ടേ? കേരളത്തിലെ 8 വർഷത്തെ ഭരണം ചർച്ച ചെയ്യണ്ടേ? എന്തിനാണ് 2 കൂട്ടർ ഒളിച്ചോടുന്നതിന്? എന്തിനാണ് നീലപ്പെട്ടിയുടെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് എവിടെയോ പിടിച്ചൊരു സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നതിന്? ഇതിൻ്റെ അർത്ഥം
രണ്ടു കൂട്ടർക്കും അവരവരുടെ സർക്കാരുകളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇപ്പൊ കേന്ദ്രത്തിലെ അവസ്ഥ എന്താ? കേന്ദ്രത്തിലൊരു ഗവൺമെന്റ് ഉണ്ടോ? സത്യം പറഞ്ഞു, ഇന്ന് നരേന്ദ്രമോദി സത്യം പറഞ്ഞാൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളുടെ തടവറയിൽ കടന്ന് ജൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയായി നരേന്ദ്രമോദി അധപ്പതിച്ചിരിക്കുകയാണ്. വെറും വർഗീയത മാത്രം പ്രസംഗിക്കുന്നു. ഈ രാജ്യത്ത് ഒരുമിച്ച് കഴിയേണ്ട സഹോദരങ്ങൾ പരസ്പരം ഭിന്നിപ്പിച്ച് അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തി ഈ രാജ്യത്തിന്റെ മതേതരത്വം ഇല്ലാതാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതെങ്കിലും ഒരു സാധാരണ പൗരനാണ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടക്കില്ല. എന്തൊക്കെയാ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത്? ആ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി പറിച്ച് മുസ്ലിങ്ങൾ കൊടുക്കും. ഇത്രയും പച്ചയായ വർഗീയത പറഞ്ഞൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ സഖ്യം വന്നാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും. ആ അയോധ്യയിൽ ഉൾപ്പെടെ BJP പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ അയോധ്യയിൽ പോലും പരാജയപ്പെട്ട BJPക്ക് കേരളത്തിലെ MP സ്ഥാനം കാലത്തിൽ വെച്ച് നൽകിയതാര മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ടാണല്ലോ പൂരം കലക്കി BJP ജയിപ്പിച്ചു എന്ന് പറയാൻ കാരണം. പൂരം കലക്കിയത് തന്നെയല്ലേ. ഇതവിടെ മത്സരിച്ച കെ മുരളീധരൻ മാത്രമല്ല പറയുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽകുമാർ പറയുന്നു പൂരം കലക്കി. അതായത് 36 മണിക്കൂർ നീണ്ട, ഞാൻ ഇപ്പൊ പാലക്കാടുകാരോട് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയേണ്ട, നിങ്ങൾ വല്ലതും തൃശ്ശൂർ പൂരവും കണ്ടിട്ടുള്ളവരാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പൂരം വേറെയില്ല. 36 മണിക്കൂറാണ് പൂരത്തിന്റെ കണക്ക്. പകൽ പൂരം, മഠത്തിൽ വരവ്, എലഞ്ഞിത്തറ മേളം, കൊടമാറ്റം, 3 മണിക്ക് വെടിക്കെട്ട്, പിന്നീട് പകൽപൂരത്തോടുകൂടെ ഉപചാരം ചൊല്ലി പിരിയാണ്. അതിനിടയിലാണ് പൂരം നിർത്തിവെച്ച സംഭവം ഉണ്ടായത്. എന്തുകൊണ്ട് നിർത്തേണ്ടി വന്നു? കാരണം പൂരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്ത് മുതൽ ഇവിടെ കമ്മീഷണറായിരുന്ന അശോക് അങ്കിത്ത് എന്ന IPSകാരൻ മന്ത്രി രാജനും മന്ത്രി ബിന്ദു ഒക്കെ ഉള്ളപ്പോഴാണ് അഴിഞ്ഞാടിയത്. ഞാൻ ഇങ്ങനെ പെരുമാറ്റച്ചട്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് കമ്മീഷണർ മന്ത്രിമാരുടെ മേലെയാണ്. അങ്ങനെ പെരുമാറ്റച്ചട്ടമുണ്ടോ? സന്നിധ ഘട്ടങ്ങളിൽ മന്ത്രിമാർക്ക് ഇടപെടാം, പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലാവരുതെന്ന് മാത്രമേ നിയമമുള്ളൂ. അവിടെ സംഭവിച്ചെന്താ? പുലർച്ചെ 3 മണിക്ക് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ആ പന്തലിൽ കയറുമ്പോഴല്ലേ അവിടെ പോലീസിനെ വടം കെട്ടി തടഞ്ഞത്? അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്ഥന്റെ ആനയുടെ മുമ്പിൽ നിന്ന് കോൽക്കാരെ തല്ലി, ആനകൾക്ക് പട്ട കൊടുക്കാൻ ചെന്ന കാപ്പാന്മാരെ തല്ലി. ഇതൊക്കെ തല്ലിയപ്പോ സഹികെട്ട് തിരുവമ്പാടി ദേവസ്ഥക്കാർ പറഞ്ഞു, ഞങ്ങൾ പൂരം അവസാനിപ്പിക്കുക. പൂരം അവസാനിപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. അതിന്റെ അർത്ഥം ആചാര ലംഘനം അതല്ലേ ഇതിന്റെ അർത്ഥം. പിന്നെയാണ് അതുവരെ കാണാതിരുന്ന, കാരണം പകൽപൂരം മുതൽ രാത്രി വരെ ഉണ്ടായിരുന്ന, അന്ന് UDF സ്ഥാനാർത്ഥിയായ ഞാനും LDF സ്ഥാനാർത്ഥി സുനിൽകുമാറും ഉണ്ടായിരുന്നപ്പോ ആ പരിസരത്തൊന്നും കാണാതിരുന്ന BJP സ്ഥാനാർത്ഥി സേവാകാരിയുടെ ആംബുലൻസിൽ വരികയാണ് പൂരം നിർത്തി നടന്നപ്പോൾ. ഇവിടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ IPS ഉദ്യോഗസ്ഥൻ അജിത് കുമാർ, അഡീഷണൽ DGP, അതേ സ്ഥലത്തുണ്ടായത് ആ നേരെ ആളെ കാണാനില്ല. അയാൾ എന്തിന് മൊബൈൽ ഓഫ് ചെയ്ത് പോലീസ് ക്ലബിൽ പോയി കിടന്നുറങ്ങി? ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിനെ പലരും ഫോണിൽ വിളിക്കുന്നുണ്ട്. അതുവരെ അജിത് കുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അജിത് കുമാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹമല്ലേ RSS നേതാവ് ദത്താത്രേയ ഹൊസവോളയുമായിട്ട് ചർച്ച നടത്തിയ വിദ്വാൻ. ആ വിദ്വാൻ മൈക്ക് ഓഫ് ചെയ്ത് മൊബൈൽ ഓഫ് ചെയ്ത് പോലീസ് ക്ലബിൽ പോയി കിടന്നുറങ്ങി. സംഘർഷം നടക്കുന്ന ഭൂമിയിലേക്ക് സുരേഷ് ഗോപി കടന്നു വന്നപ്പോ
മന്ത്രിമാരുടെ മുമ്പിൽ പോലും അട്ടഹാസം ചൊരിഞ്ഞ അശോക് അഗീത് എന്ന IPS-കാരൻ സുരേഷ് ഗോപിയെ കണ്ടപ്പോ എങ്ങനെ പൂച്ചക്കുട്ടിയായിട്ട് മാറി. പിന്നെ അദ്ദേഹം പറഞ്ഞ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും പൂരം തുടങ്ങിയപ്പോ എപ്പോഴാണ് വെടിക്കെട്ട് നടത്തിയത്? 7 മണിക്ക്. നിങ്ങള് പൂരം കണ്ടിട്ടുള്ളവർക്കറിയാം, 3 മണിക്കുള്ള വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ആകാശത്ത് വർണ്ണങ്ങൾ വീഴുന്ന വെടിക്കെട്ടാ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ നിയമസഭയിൽ പൂരം അടങ്ങിയിട്ട് വന്നില്ല, വെടിക്കെട്ട് മാത്രം കുറച്ച് നീണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ മനുഷ്യ, നിങ്ങൾ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? 3 മണിക്ക് പൊട്ടിക്കേണ്ട വെടിക്കെട്ട് പൊട്ടുന്ന എത്ര മണിക്കാണ്? 7 മണിക്ക്. ഞാൻ അവിടെയുണ്ട്. ഞങ്ങൾ കുറെ പുകയും കണ്ടു, കുറെ ശബ്ദവും കണ്ടു. എന്ത് വർണ്ണം! ഒരു വർണ്ണവും വിരിഞ്ഞില്ല. കറുത്ത പുകയും കുറെ ശബ്ദവും അല്ലാതെ വെടിക്കെട്ട് നടന്നോ തൃശ്ശൂർ? ആ സംഭവം കഴിഞ്ഞ ഉടനെ എന്തായാലും BJP-യുടെ പ്രചരണം, ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ഇവിടെ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ പോലും മുടങ്ങുന്നു. ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചു വരണം. മോൻസൊക്കെ ഉണ്ടല്ലോ ലൈസൻ കമ്മിറ്റിയിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ലൈസൻ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. അന്ന് കുഞ്ഞാലി പിടിച്ച എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പൂരത്തിന് ശേഷം ഇങ്ങനെ ഒരു സംസാരം അവിടെ വ്യാപകമായിട്ടുണ്ട്. അതല്ലേ സുരേഷ് ഗോപി ജയിച്ചു. പക്ഷേ ജയിപ്പിച്ച് വിട്ടുകൊണ്ട് പിണറായിക്ക് വെച്ചാൽ കിട്ടി. ഇപ്പൊ കരുവണ്ണൂർ ബാങ്കിനെ കുറിച്ച് കേൾക്കാനുണ്ടോ? സ്വന്തം മകളുടെ എക്സലോജിക്കൽ കമ്പനിയെ കുറിച്ച് കേൾക്കാനുണ്ടോ? അതുപോലെ തന്നെ ലാവ്ലിൻ കേൾക്കുന്നുണ്ടോ? അപ്പോ എല്ലാം ആവിയായി. തിരിച്ചൊരു സഹായം കൊടക്കര കൊള്ളപ്പണ കേസും ആവിയാക്കി. ഇതൊക്കെയായിട്ട് ഒരു നല്ല കാര്യം ചെയ്തു. അവസാനം സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയാക്കിയ സുരേഷ് ഗോപി തിരിഞ്ഞ് തന്തയ്ക്ക് വിളിച്ചു. അതല്ലേ ഉണ്ടായി. ഞാൻ ചോദിക്കുന്ന ഇരട്ട ചങ്കൻ എന്ന് പറയുന്ന പിണറായിന്റെ മുഖത്ത് നോക്കിയില്ല, നിങ്ങൾ തന്തയ്ക്ക് ജനിച്ചവനാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഒറ്റ തന്തയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നിങ്ങൾ അതില്ലാത്തവനെന്നല്ലേ വിളിച്ചു. നേരെ മറിച്ച് സുരേഷ് ഗോപിയുടെ പകരം ഏതെങ്കിലും UDF നേതാക്കളാണ് ആ വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ ജയിലിൽ കിടക്കില്ല. ഇയാൾക്ക് ഒരു നാണമില്ലല്ലോ. ഇങ്ങനൊരു കാര്യമേ എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതല്ലേ പിണറായിന്റെ ഭാവം? അപ്പൊ ഒരു BJP-യുടെ MP-യെ നമ്മളിൽ അയോധ്യ പോലും തള്ളിക്കളഞ്ഞ പാർട്ടിയെ ഇപ്പതാ താലത്തിൽ വെച്ച് ഡൽഹിക്ക് അയച്ചു. ഇപ്പോഴും ചെയ്യുന്നത് എന്താ? ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ. ഒരു IAS ഉദ്യോഗസ്ഥൻ, വ്യവസായ ഡയറക്ടർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹമാണ് ഹിന്ദു ഉദ്യോഗസ്ഥന്മാരുടെ ഹിന്ദു IAS-കാരുടെ കൂട്ടായ്മ. എന്താണ് പറഞ്ഞതെന്താ? ഇത് ഹാക്ക് ചെയ്തു. DGP പറയാണ് ഹാക്ക് ചെയ്തല്ല, ആരും ഹാക്ക് ചെയ്തിട്ടില്ല, ഇത് ഇയാളുടെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് ഇത്രയ്ക്കും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു? ഇതാരെ സന്തോഷിപ്പിക്കാനാ? ഇത് സംഘപരികാരനെ സന്തോഷിപ്പിക്കാനല്ലേ? അതുപോലെ തന്നെ മുനമ്പം സംഭവം UDF ഒറ്റക്കെട്ടായി പറഞ്ഞു. VD സതീശൻ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾ അവിടെ താമസിക്കുന്നവരോടൊപ്പമാണ്. ആ ജനതയെ ഇറക്കി വിടാൻ പാടില്ല. മറ്റ് തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഒരനാവശ്യ സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇന്നലെ തട്ടിൽ പിതാവ് കുറച്ച് ക്ഷോഭിച്ച് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, 2 സമുദായങ്ങളിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അത് പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല UDF ഒറ്റക്കെട്ടായി ഞങ്ങൾ അവിടെ താമസിക്കുന്ന ജനങ്ങളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു വഖഫ് ബോർഡ് അംഗവും അവിടെ ഒരു പ്രകോപനമായുള്ള സ്റ്റേറ്റ്മെന്റ് ഈ നിമിഷം വരെ ഇറക്കിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് സർക്കാർ പരിഹരിക്കാത്തത്? അതായത് 2 സമുദായങ്ങളെ തമ്മിൽ അകറ്റി മുതലെടുപ്പ് നടത്തുക. ഇത് തന്നെയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ പിണറായി വിജയൻ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 3 IPS ഉദ്യോഗസ്ഥന്മാരാണ് റിട്ടയർ ചെയ്തതിനു ശേഷം BJP-യിൽ ചേർന്നിട്ടുള്ള കേരളത്തിൽ. ഒന്ന് DGP ആയിരുന്ന സെൻകുമാർ, 2 ജേക്കബ് തോമസ്, 3 ഇപ്പോ ശ്രീലേഖ. ഇവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ RSS ചിന്താഗതി
അതിപ്പോൾ സർവീസ് ലെവലിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഗോപാലകൃഷ്ണന്റെ ഈ കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ. ഇതിനെതിരായിട്ട് നടപടിയെടുക്കേണ്ടത് പിണറായി വിജയനല്ലേ? എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ താമസം? ഒരു കാര്യം ഞാൻ CPM-നോട് പറയാം. നിങ്ങൾക്ക് ബംഗാളിൽ സംഭവിച്ചത്, നിങ്ങൾക്ക് ത്രിപുരയിൽ സംഭവിച്ചത് നാളെ കേരളത്തിലും സംഭവിക്കുന്നെങ്കിൽ അത് ഞങ്ങളെ കുറ്റം പറയണ്ട, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയൻ തന്നെ. ഇപ്പൊ ഇന്ന് കാലത്തൊരു ന്യൂസ് വന്നല്ലോ, പത്തനംതിട്ടയിലെ CPM കൂട്ടായ്മയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിലരൊക്കെ പോസ്റ്റ് ഇടാൻ കാരണം. ഞാൻ അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. അത് പത്തനംതിട്ടയിലെ CPM പ്രവർത്തകർക്ക്, സാധാരണ പ്രവർത്തകർക്ക്, നവീൻ ബാബു എന്ന CPM അനുഭാവിയായിട്ടുള്ള ആ ഉദ്യോഗസ്ഥനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുന്ന ദിവ്യയുടെ കൂടെ പാർട്ടി നിന്നതിലുള്ള പത്തനംതിട്ടയിലെ CPM-ന്റെ പ്രതിഷേധമാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അത് മറ്റൊന്നുമല്ല, അതിന് ഇനി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ഫോളോവേഴ്സ് ഉള്ള തന്നെയാണ്. ഏതാണ്ട് 45,000 ഫോളോവേഴ്സ് തുറക്കുന്നുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ടയിലെ CPM പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിൽ ഞങ്ങളെല്ലാമായിരുന്ന നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്ത പിണറായിയെ പാലക്കാട് ശിക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിൽ പത്തനംതിട്ടയിലെ CPM പ്രവർത്തകർ അവർ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ്. അതിന് നിങ്ങൾ വേറെ അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കളക്ടർ കഴിഞ്ഞാൽ ഏറ്റവും പിന്നത്തെ പോസ്റ്റാണല്ലോ ADM. ആ ADM നവീൻ ബാബു, അദ്ദേഹം പത്തനംതിട്ടയിലുള്ളവർക്ക് അറിയാം. അത് അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് കുടുംബത്തിലെ അംഗം, CPM-ന്റെ സർക്കാർ അനുകൂല സംഘടനയായിട്ടുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനിലത്തെ അംഗം, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള തഹസിൽദാരും അതേ സംഘടനയിലെ അംഗം, ഇവരുടെയൊക്കെ മാതാപിതാക്കൾ CPM. അങ്ങനെയുള്ളൊരു കുടുംബത്ത് വന്നിട്ട് പോലും കണ്ണൂരിൽ ADM-ആയി അദ്ദേഹം പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. കണ്ണൂർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാലക്കാട് പൊളിറ്റിക്സ് പോലെയല്ല. അത് ശക്തമായിട്ടുള്ള UDF LDF പോരാട്ടം നടക്കുന്ന ജില്ലയാണ്. ഞാനും ആ ജില്ലയിൽ ഉൾപ്പെട്ട കൂത്തുപറമ്പിന്റെയും തലശ്ശേരിയുടെ MP ആയിരുന്ന ഇപ്പോൾ ഷാഫിയാണ് അവിടുത്തെ MP. അത്രയും ശക്തമായി ചേരിതിരിവുള്ള കണ്ണൂരിൽ ഒരു CPM-കാരനായിട്ട് പോലും നവീൻ ബാബുവിനെ കുറിച്ച് കോൺഗ്രസിന് പരാതിയില്ല, മുസ്ലിം ലീഗിന് പരാതിയില്ല. അതിന്റെ കാരണം പരാതികൾക്ക് അതീതമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം CPM-ന്റെ കണ്ണിലെ കരടായി. ഇവരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ADM സ്ഥലം മാറിപ്പോകുമ്പോൾ സാധാരണ രീതിയിൽ യാത്രയപ്പ് നടക്കും. കലക്ടറേറ്റിന്റെ അകത്ത് പുറത്തേക്ക് ആരും വിളിക്കില്ല. ഞാൻ MLA MP ഒക്കെ ആയിരുന്ന ആളാണ്. ഒരു കളക്ടർ സ്ഥലം മാറി പോകുന്ന ഒരു ചടങ്ങിനും MLA MP-യെ വിളിക്കാറില്ല. ഇവിടെ എന്തിന് ക്ഷണിക്കാത്ത സദ്യക്ക് PP ദിവ്യ പങ്കെടുക്കാൻ പോയി? എന്തിന് അദ്ദേഹത്തിനെ അപമാനിച്ചു? ഇവിടെ പെട്രോൾ പമ്പിന് NOC കിട്ടാൻ പ്രശാന്തൻ എന്ന് പറയുന്ന പെരിയാരം മെഡിക്കൽ കോളേജിലെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ, അദ്ദേഹത്തിന് എങ്ങനെ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള കാശ് കിട്ടി? ഒരു പെട്രോൾ പമ്പ് പണിയാണെങ്കിൽ ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ വേണമെന്നാണ് കണക്കാക്കുന്നത്. ആ 1 കോടി എങ്ങനെ ഇയാൾക്ക് കിട്ടി? ഇതാണ് നവീൻ ബാബു ചോദിച്ചത്. നിങ്ങളുടെ ഡെയിലി വേജസിന് പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരനല്ലേ, സ്ഥിരം ജീവനക്കാരനല്ല, നിങ്ങൾ ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള വരുമാനം എങ്ങനെ? അപ്പൊ പറഞ്ഞു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാലക്കാട് ഒരു SBIയുടെ ബ്രാഞ്ചിൽ ചെന്നിട്ട് എനിക്ക് 2 കോടി വേണമെന്ന് ഞാൻ ഉടനെ കിട്ടി തരൂ? നമ്മളോട് ചോദിക്കില്ലേ വസ്തു ഉണ്ടോ വീട് വയ്ക്കാൻ? 2 കോടിയുടെ ആണെങ്കിൽ അതിനൊക്കെ വസ്തു വീട് വെക്കണ്ടേ? ആ വസ്തു സ്വന്തം പേരിലാവണ്ടേ? ഇനി ഭാര്യയുടെ പേരിൽ തന്നെയാണെങ്കിൽ ഭാര്യയുടെ സമ്മതപത്രം വേണ്ടേ? ഈ വക സംശയങ്ങൾ ചോദിച്ചപ്പോഴാണ് ദിവ്യയുടെ ഫോണ് സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു നിയമപരമായി ചില തടസ്സങ്ങളുണ്ട്, പരിശോധിക്കുന്നുണ്ട്, അത്രയല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് മന്ത്രി രാജനെ കൊണ്ട് വിളിപ്പിച്ചത്. രാജൻ പറഞ്ഞ ആൾക്ക് എന്തായാലും NOC കൊടുത്തോ, അയാൾ തുടങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ.
അത് പറഞ്ഞപ്പോ NOC കൊടുക്കാൻ തയ്യാറായതിനാണ് ഇവരവിടെ വലിഞ്ഞു കയറിച്ചെന്ന് ഇയാൾ ചീത്ത വിളിച്ചത്. ദിയെ പറഞ്ഞതാണ്, ഞാൻ മാർക്സിസ്റ്റുകാരിയ, എന്നേക്കാൾ വലുതാണോ CPI കാരനായിട്ടാണ് മന്ത്രി, ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേട്ടില്ല. ആ ദേഷ്യത്തിനാണ് നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ ക്ഷണിക്കാതെ കയറി ചെന്ന് നിങ്ങളിവിടെ ഏതാണ്ട് 1 ലക്ഷം രൂപ നിങ്ങൾ NOCക്ക് കൈക്കൂലി വാങ്ങി, നിങ്ങൾ പത്തനംതിട്ട ചെന്നാലെങ്കിലും ഈ കച്ചവടം നടത്തരുത്, അങ്ങനെയല്ലേ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു സത്യസന്ധനായതുകൊണ്ടല്ലേ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. നേരെ മറിച്ച് അത്യാവശ്യം 2-3 വാങ്ങുന്ന ആളാണെങ്കിൽ കൈക്കൂലി നിങ്ങൾ വാങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ കുറെ കാലമായി തുടങ്ങിയിട്ടെന്നല്ലേ മറുപടി പറയുക. എന്തിനാ ആത്മഹത്യ? നമ്മളെ സ്ക്രീനിൽ എല്ലാ ദിവസവും കാണുകയല്ലേ. ഒരു ഉദ്യോഗസ്ഥൻ അതുവരെ സന്തോഷത്തോടുകൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വീകരിക്കുന്നു. ക്രമേണ പ്രസംഗം കേൾക്കുമ്പോൾ ഇയാൾ അവശനായി കിടക്കുകയാണ്. അന്ന് രാത്രിയല്ലേ പാവം തൂങ്ങി മരിച്ചത്. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ദിവ്യയോടൊപ്പല്ലേ പാർട്ടി നിന്ന്. പാലക്കാട് പാർട്ടി പറഞ്ഞു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പം, വിട്ടുവീഴ്ചയില്ല. കണ്ണൂർ പാർട്ടി പറഞ്ഞ എന്താ, ഞങ്ങൾ കുടുംബത്തിനോടൊപ്പം, പക്ഷേ ദിവ്യയെ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. എന്താ തിരുത്തൽ? തെറ്റ് ചെയ്താൽ ശിക്ഷയാണ് വേണ്ട, തിരുത്തലല്ല, ശിക്ഷയാണ് കൊടുക്കണ്ടേ. എന്തിന് ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യ ഉൾപ്പെടെ സ്വീകരിക്കാൻ പോയി? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനൊന്നും അല്ലല്ലോ ജാമ്യം കിട്ടിയത്. ഒരാളെ കൊലക്ക് കൊടുത്ത കേസിനല്ലേ താൽക്കാലികമായിട്ട് ജാമ്യം കിട്ടിയത്. അവരെ സ്വീകരിക്കാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സ്വീകരിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിപൂർണമായിട്ട് നവീൻ ബാബുവിനെ കൈവിട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ദഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ TV-യിലൊക്കെ കണ്ടത് പാലക്കാട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ ചില കക്ഷികൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് BJPയും CPM. ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഷാഫി ശ്രദ്ധിക്കുന്നില്ല. ഞാൻ മെഡിക്കൽ കോളേജ് എങ്ങനെയാണ്, മെഡിക്കൽ കോളേജ് എങ്ങനെ പാലക്കാട് കിട്ടി? എങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി SC/ST വിഭാഗത്തിന് ഒരു മെഡിക്കൽ കോളേജിന് അനുമതി കൊടുത്താരാ? ഇന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ജീവിക്കുന്ന ശിവൻ ഉമ്മൻചാണ്ടിയല്ലേ. അന്ന് അദ്ദേഹം പാലക്കാട് മാത്രമല്ല കേരളത്തിലെ മിക്ക ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിച്ചു. വയനാട്, ഇപ്പൊ ദുരന്തം നടന്ന വയനാടിൽ 50 ഏക്കർ സ്ഥലം അന്ന് UDFന്റെ ഭാഗമായിരുന്ന ശ്രീ വീരേന്ദ്രകുമാർ സൗജന്യമായിട്ട് നൽകി. അവിടെ ഉമ്മൻചാണ്ടി പോയിട്ട് തറക്കല്ലിട്ടു. ഭരണം മാറി, LDF വന്നു. ശൈല ടീച്ചർ എന്ന് ഒരു കല്ല് കൂടെ അതിന്റെ മേലെ ഇട്ടു. അപ്പോഴേക്കാണ് പ്രളയം വരുന്നത്. പറഞ്ഞു ഈ സ്ഥലം അനുയോജ്യമല്ല. പകരം സ്ഥലം ഇപ്പോഴും കടലാസിൽ കിടക്കുകയല്ലേ. ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങും എത്തിയോ? മാനന്തവാടിയിലെ MLA CPM അതേ ഇപ്പൊ മന്ത്രിയായി. ഇത്രയുമായിട്ടും പാലക്കാട് കാണുന്ന ഒരു കെട്ടിടം ഇന്ന് മാനന്തവാടി പോയി കാണുമോ? ഒരു മെഡിക്കൽ കോളേജിന്റെ. അന്ന് ഉമ്മൻചാണ്ടി, ഞാനിപ്പോഴും ഓർക്കാണ്, എന്റെ അന്നത്തെ നിയോജകമണ്ഡലത്തിൽ വട്ടിയൂർക്കാവിൽ ജനറൽ ആശുപത്രി, അതിന്റെ പരിസരത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പെർമിഷൻ തന്നു. കെട്ടിടം പണിതു, ഹോസ്റ്റൽ പണിതു. മെഡിക്കൽ കൗൺസിലുകാർ വന്ന് പരിശോധിച്ച് 100 കുട്ടികൾക്ക് സാങ്ഷൻ തന്നു. അത്രയും തന്നതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി വന്ന ഉദ്ഘാടനം ചെയ്തത്. പിണറായി വന്ന ദിവസം അദ്ദേഹത്തിന്റെ പാർട്ടി ഉദ്ഘാടനം ചെയ്ത് അന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ വന്നാൽ കൂട്ടും. ആകപ്പാടെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു കാര്യം ചെയ്തതായിരുന്നു, വന്നോടനെ പൊട്ടിച്ചു. ഇവിടെ SC/ST ആയതുകൊണ്ടും ബാലന്റെ ഭാര്യ പ്രിൻസിപ്പൾ ആയതുകൊണ്ടും സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് നിർത്തിയില്ല. ബാക്കി ഞങ്ങളുടെയൊക്കെ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചാൽ നിങ്ങളത് ചെയ്യരുത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ മെഡിക്കൽ കോളേജാണ്, അംഗീകാരം കിട്ടി. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ചാൽ അംഗീകാരം 100 കുട്ടികൾക്ക് സാങ്ഷനാണ് കിട്ടിയത്. ആ 100 കുട്ടികളെ നാളെ പഠിച്ച് മെറിറ്റിൽ പഠിച്ച് ഡോക്ടർമാരാവില്ലേ? അതില്ലാതാക്കി. എന്തിനു വേണ്ടി? കാസർഗോഡ് ഏതാണ്ട് വർക്ക് തുടങ്ങി പൂർത്തീകരിക്കാൻ സമ്മതിച്ചു അവര്. അതിന്റെ ഫലം എന്താ? കോവിഡ് വന്നു. പല രോഗികൾക്കും മംഗലാപുരത്ത് വേണ്ടി വന്നു.
മംഗലാപുരത്തേക്ക് പോയപ്പോ അന്നത്തെ മംഗലാപുരം ഉൾപ്പെട്ട കർണാടകയിലെ BJP സർക്കാർ തലപ്പാടിയിലെ മതില് കെട്ടി നാഷണൽ ഹൈവേന്റെ നടുവിൽ കൂടെ ഇവിടേക്ക് ആരും കയറണമെന്ന്. കേരളത്തിലെ കോവിഡ് രോഗികളെ ചികിത്സിക്കലല്ല ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേയിൽ മതില് കെട്ടി. അതിർത്തി എത്ര പേര് മരണപ്പെട്ടു? കോവിഡ് മരണങ്ങളുടെ കൂട്ടത്തിൽ കണക്കാക്കാത്ത മരണങ്ങളായിരുന്നു അത്. അതിർത്തിയിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവർ ആരെ ഉത്തരവാദിത്തം? എന്നിട്ടാണ് പറയുന്നത് ആരോഗ്യരംഗം മഹത്തരം. എന്ത് മഹത്തരം? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏത് സർക്കാർ ആശുപത്രിയിൽ ചെന്നാലാ ചികിത്സ കിട്ടുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? മലബാറിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെയാണ് കഴിഞ്ഞ വർഷം ഹർഷീന എന്നൊരു സ്ത്രീ പ്രസവിക്കാൻ പോയി. ഡോക്ടർമാര് പറഞ്ഞു സിസേറിയൻ വേണം. സിസേറിയനൊക്കെ ഗംഭീരമായിട്ട് നടത്തി. പക്ഷേ കുട്ടി പുറത്തേക്ക് വന്നപ്പോ കത്തിരി ഭാഗത്തേക്ക് പോയി. ആ സ്ത്രീ വേദന കൊണ്ട് പൊളഞ്ഞു. അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് കത്തിരിയെ പുറത്തെടുത്തത്. സെക്രട്ടേറിയറ്റ് വരെ പോയി പ്രതിഷേധം നടത്തി. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു വനിതാ മന്ത്രിയല്ലേ ആരോഗ്യമന്ത്രി? ഒരു വനിതയ്ക്ക് ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും തിരിഞ്ഞു വെക്കാൻ മുഖ്യമന്ത്രി തയ്യാറായോ? തിരിഞ്ഞു വെക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായിട്ട് ഒരു വനിതയായ വീണ ജോർജ് എന്തുകൊണ്ട് നടപടിക്ക് തയ്യാറായില്ല? അതേ മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയുടെ ചെവിയുടെ ശസ്ത്രക്രിയക്ക് കൊണ്ടുപോയി. ശസ്ത്രക്രിയ കഴിഞ്ഞു. പക്ഷെ ചെവിക്കല്ല, നാവിന ശസ്ത്രക്രിയയാണ്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ 48 മണിക്കൂറാണ് ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയത്. 48 മണിക്കൂർ. പക്ഷെ ആയുസിന്റെ ബലം കൊണ്ട് പാവം മരിച്ചില്ല. തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണത്. നെയ്യാറ്റിൻകരയിലെ ജില്ലാ ആശുപത്രിയിലെ ഈ മൂത്രത്തിൽ കല്ല് വന്നൊരു സ്ത്രീ ചികിത്സയ്ക്ക് പോയി. ടെസ്റ്റ് ഡോസ് പോലും ചെയ്യാതെ ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ ഫലമായി ആ സ്ത്രീ മരണപ്പെട്ടു. പത്തനംതിട്ട മന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ, മന്ത്രിയുടെ ജില്ലയിൽ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് ആശുപത്രിയില് ചുമടെടുക്കുകയാണ്. ചുമട്ടുകാര് രോഗിയെ താഴ്ന്ന മേളത്തേക്ക് ചുമന്നു കൊണ്ടുപോവാണ്. വയനാട്ടിൽ സംഭവം ഉണ്ടായി. ഒരാൾക്ക് ഹെർണിയ വന്നു, ഓപ്പറേഷൻ പോയി. ഓപ്പറേഷനൊക്കെ സക്സസ് ആയത്. പക്ഷേ മനുഷ്യന് അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതൊക്കെ അടിച്ചുകൊണ്ട് പോയി. ഹെർണിയയുടെ കൂടെ അതും എടുത്തുകൊണ്ട് പോയി. നമ്മൾ പറയുന്നത് ഫീസ് കെട്ടിയാൽ ചിലപ്പോൾ ഫീസ് മൊത്തം അടിച്ചു പോയി എന്ന് പറയുന്ന പോലെ മൊത്തം ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ ചെന്നാലത്തെ അവസ്ഥ എന്താ അറിയുള്ളൂ? നടന്ന് ചെല്ലുന്ന മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു പോകുന്നത്. പെരിയാറ് മെഡിക്കൽ കോളേജിൽ ഏത് ചികിത്സയ്ക്ക് പോയാലും രോഗിയുടെ മരണം ഏതാണ്ട് ഉറപ്പാണ്. അതാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ. പിന്നെ എന്ത് ആരോഗ്യരംഗത്താണ്? പോലീസിന്റെ കാര്യം പറയാണ്ടോ? കാരണം മിക്ക IPSകാരും BJPക്കാരും, അസോസിയേഷൻ മാർക്സിസ്റ്റുകാരും, സാധാരണ ആൾക്കാർ ഇപ്പൊ എന്താ പറയുക, ഗുണ്ടകളാണ് കാര്യങ്ങൾ കൈകാര്യം. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ വസ്തു ഇറക്കാതെയായിരിക്കുക. ആരും പോലീസ് സ്റ്റേഷനിൽ പോയില്ല. നേരെ ചെന്നൊരു ഗുണ്ടാ തലവനെ കാണും, എന്നെ സഹായിക്കണം എന്ന് പറയും. എതിർകക്ഷി എന്ത് ചെയ്യും? വേറെ ഗുണ്ടാ തലവനെ കാണും. അവസാനം രണ്ടുപേരും നടു റോട്ടിൽ അടി, കുത്തുക, വെട്ടുക, ഓൺ ദ സ്പോട്ടിൽ മരണം. എത്ര സംഭവങ്ങളായി. പോലീസ് ആണെങ്കിൽ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുക. ഇവിടെ ക്രമസമാധാനം ഉണ്ടോ? CPMകാർക്ക് പോലും, സാധാരണ CPMകാർക്ക് നീതി കിട്ടുന്നുണ്ടോ? ഇവിടെ എല്ലാം പിണറായിസം പിടിമുറുക്കുകയാണ് കേരളത്തിൽ. ഇതിന്റെയൊക്കെ ദുരന്തം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുമ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും
ജനങ്ങൾ നല്ല തോതിൽ ഇവരെ ശിക്ഷിക്കുന്നത്. പക്ഷേ ശിക്ഷയോട് പഠിച്ചോ കാര്യം? ശിക്ഷയ്ക്ക് ശേഷമല്ലേ നവീൻ ബാബുവിന്റെ സംഭവം ഉണ്ടായത്? ശിക്ഷയ്ക്ക് ശേഷമല്ലേ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം കേരളത്തിലെ 14 ജില്ലകളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ നടത്തിയ അവലോകനം മാത്രം മതി പിണറായി സർക്കാർ അമ്പേ പരാജയമാണെന്ന് കാണിക്കാൻ. ഇപ്പൊ തന്നെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ആ ദുരന്തം ഉണ്ടായപ്പോ എല്ലാ ആളുകളും അവിടെ ചെന്നു സഹായിക്കാൻ മത്സരിച്ചു. ജാതി നോക്കാതെ, മതം നോക്കാതെ, പാർട്ടി നോക്കാതെ. അങ്ങനെ അവിടെ മുഴുവൻ ചെന്നവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചു. എത്ര ആളുകൾ സഹായമായിട്ട് മുന്നോട്ട് വന്നു. ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയോടൊപ്പം അവിടെ ചെന്ന് അധികം 100 വീടുകൾ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നു, ഈ 100 വീടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരിക്കലും പുറമേ നിന്ന് കാശ് പിരിക്കരുത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വീതം വെച്ചെടുക്കണം. ശ്രീകണ്ഠൻ, ഷാഫിയൊക്കെ അവരുടെ MP മാരെന്നുള്ള ശമ്പളം കൊടുത്തു. ഞാനൊക്കെ MP-യുടെയും MLA-യുടെയും പെൻഷൻ തുക കൊടുത്തു. ഞാൻ അതും കൂടെ കൂട്ടി കൊടുത്തു. കാരണം എൻ്റെ പഴയ നിയോജകമല്ല. എനിക്ക് അന്ന് ഏറ്റവും ഭൂരിപക്ഷം തന്ന സ്ഥലമാണ്. ഞാൻ 89-ൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഇമ്പിച്ചി വായുമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വോട്ട് തന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ 1 ലക്ഷം തന്നെ കൊടുക്കാൻ കാരണം അത്രയേറെ കടപ്പാട് എനിക്ക് അവരോടുണ്ട്. അങ്ങനെ ആ മണ്ണിൽ കിടക്കുന്നവർ ഏതാണ്ട് 400 പേർ മരണപ്പെട്ടു. 200 പേരെ കാണാനില്ല. ഫലത്തിൽ അവർ മരിച്ചതായിട്ടാണ് ഇപ്പൊ കണക്കാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ 100 വീട് കോൺഗ്രസ് പ്രഖ്യാപിച്ചു, അതേ വീടുകൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. ഇത്രയും വീടുണ്ടായിട്ട് എന്തുകൊണ്ട് അത് നിർമ്മിക്കാൻ കഴിയുന്നില്ല? സ്ഥലം തരേണ്ടതാരാ? നമുക്ക് വീട് വെച്ചു കൊടുക്കാനേ പറ്റൂ. കർണാടക സർക്കാരും തന്നു 100, തമിഴ്നാട് തന്നു, തെലങ്കാന തന്നു. പക്ഷേ ഇതുവരെയായിട്ട് അതിന്റെ ഒരു സ്ഥലം പോലും അക്വയർ തരാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി വന്നു, ഫോട്ടോഷൂട്ടൊക്കെ നടത്തിപ്പോയി, കാശ് വന്നു. 2 പേര് മത്സരിച്ച് ദ്രോഹിച്ചു. ഇവിടെ ഇപ്പൊ പറയുന്നത് ഇന്നലെ ഏതോ പേപ്പാടിയിൽ നിന്ന് കുറച്ച് പുഴുവരിച്ച് അരി കിട്ടിയതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് പരാതി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പെരുമാറ്റച്ചട്ടമുണ്ട്, പഞ്ചായത്തിന് വിതരണം ചെയ്യാൻ കഴിയില്ല. പഞ്ചായത്ത് മാറ്റി വെച്ചതാണിത്. അതാരെടുത്ത് വിതരണം ചെയ്ത ഉദ്യോഗസ്ഥന്മാര്? തന്നതാരാ? റവന്യൂ വകുപ്പ്. കൊടുത്തതാരാ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ പഞ്ചായത്തിന് എന്താ റോള്? പെരുമാറ്റച്ചട്ടം വന്ന അന്ന് മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് കാറ് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ കാറിനൊക്കെ ഉദ്യോഗസ്ഥന്മാരാ കയറി നടക്കുന്നത്. ഇങ്ങനെയുള്ള പതിവ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നാൽ പഞ്ചായത്ത് മെമ്പർമാർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് കാറ് പോലും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാ ആ കുറ്റം UDF-ന്റെ തലയിൽ ചേർത്തത്? അപ്പൊ ദുരന്തം നടന്നപ്പോൾ പോലും 2 പേരും മത്സരിച്ച് ദ്രോഹിച്ചു ആ ജനതയെ. എന്നിട്ട് കേരളത്തിന്റെ കണക്കെന്താ? ഞാൻ കേട്ടാടെ മൃതശരീരം സംസ്കരിക്കാൻ എല്ലാ ആൾക്കാരും സഹായിച്ചില്ലേ? ജാതി നോക്കാതെ, മതം നോക്കാതെ. എന്നിട്ട് നിങ്ങൾ ഡൽഹിക്ക് കൊടുത്ത കണക്കെന്താ? 75,000 രൂപ ഒരു മൃതശരീരം സംസ്കരിക്കാൻ. എവിടെ നിന്ന് കിട്ടി ഈ കണക്ക്? കേന്ദ്രത്തിനാണെങ്കിൽ കിട്ടുന്ന അവസ്ഥ എടുത്ത് ഞാനൊരു കാര്യം പിണറായിയോട് പറയുന്നുള്ളൂ, നിങ്ങൾ എന്നിവിടെ ഭരണം തുടങ്ങിയോ നിങ്ങൾക്ക് ചാകരയാണ്. പക്ഷേ കേരളം ദുരിതങ്ങളുടെ ഒരു കലവറയായിട്ട് പ്രകൃതി പോലെ നിങ്ങളോട് ശോഭിക്കും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അന്ന് മാണിസാറിനെ പറ്റിയിട്ട് ഈ സോളാർ കേസ് ഉണ്ടായപ്പോ അന്ന് കോടിയേരി പറഞ്ഞു, തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം എന്നേക്കാൾ തൊലിക്കെട്ടി KM മാണിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നാണ് കോടിയേരി പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഇന്നൊരു കാര്യം പറയാം. ഇന്ത്യയിലുള്ള എല്ലാ കണ്ടാമൃഗങ്ങൾക്കും ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ നേട്ടം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന പിണറായി ഞങ്ങളെക്കാളും മൊത്തം തൊലിക്കട്ടിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഇന്ത്യയിലെ കണ്ടാമൃഗങ്ങൾ പോലും ഇപ്പൊ ഒന്നും കഴിക്കാത്ത അവസ്ഥ. പിന്നെ പണ്ട് കാലത്തൊരു ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ച നാട് കുടിയും. മര്യാദയ്ക്ക് ഒരോണം ആഘോഷിച്ചിട്ട് കാലത്രയും
ഇത് വന്ന അന്ന് പ്രളയം, ഒരു പ്രളയം, അതിന്റെ മേലെ വേറെ പ്രളയം, അത് കഴിഞ്ഞു കോവിഡ് കഴിഞ്ഞപ്പോ നിപ, അത് ഈ വവ്വാലാണത്ര രോഗം വരുത്തുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു, എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, അന്നും വവ്വാലുണ്ടായിരുന്നില്ലേ നാട്ടിൽ? ഇവരാരെങ്കിലും അന്നൊരു കുഴപ്പമുണ്ടാക്കിയോ? ഇപ്പോഴെന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഈ വവ്വാലി കഴിക്കും എന്നേക്കാൾ വിഷമുള്ളവരാണ് കേരളം ഭരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ വിഷം എന്തിനാ പുറത്തെടുക്കാതിരിക്കുന്നത്? അതും തുടങ്ങി, വവ്വാലും തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ, ഉരുൾപൊട്ടൽ. ഇപ്പോ ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല, പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴാണ് അച്യുതാനന്ദൻ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം. ഞാനും ഷാഫിയൊക്കെ അന്ന് നിയമസഭയിലുണ്ട്, മോൻസ് ജോസഫും ഉണ്ട്. അന്ന് എന്താ അച്യുതാനന്ദൻ പറഞ്ഞറിയോ? കടാക്കതിയും അടങ്ങുന്ന നരകത്തിലേക്ക്. ഇപ്പൊ ഞാൻ പറയുന്നു, ആ നരകത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഴുമല്ലോ എന്നോർത്ത് നമുക്കൊക്കെ സഹകരിക്കാനേ കഴിയും. അതുകൊണ്ടാണ് നേരത്തെ ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരിടത്തും ചിഹ്നം പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫിറോസിന്റെ ജില്ല, മലപ്പുറം ജില്ല, മങ്കടയിൽ ഒരു കാലത്ത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ CPM ജയിച്ച നിയോജകമണ്ഡലല്ലേ? പെരിന്തൽമണ്ണ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ CPM ജയിച്ച നിയോജകമണ്ഡലല്ലേ? നിലമ്പൂർ സഖാവ് കുഞ്ഞാലി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വിജയിച്ച നിയോജകമണ്ഡലല്ലേ? ഇന്ന് ആ നിയോജകമണ്ഡലത്തിലൊക്കെ എന്താ അവസ്ഥ? ചിഹ്നം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ പാലക്കാടും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെയും ചിഹ്നമെടുക്കാൻ കഴിയാത്ത. കാരണം ചിഹ്നമെടുത്താൽ ചെലവാവില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ഏതായാലും പാലക്കാട് തന്നെയാണ് ശ്രീമാൻ AK ബാലൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത്, എല്ലാവരും കൂടെ നമ്മുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ ആകും എന്ന് പറയുന്നതിന്റെ ഫലം ഇപ്പതാ പാലക്കാട്. അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് തന്നെ ആ അവസ്ഥയിലേക്ക് പാർട്ടി എത്തി. പണ്ടത്തെ മുദ്രാവാക്യം എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ? അരിവാൾ ചുറ്റിയ നക്ഷത്രം, അതാണ് നമ്മുടെ അടയാളം. ഇപ്പോഴോ കൊടാകുന്തം കോടാലി, അതാണ് ആ നിലയിലേക്ക്. എന്നോട് പത്രക്കാരി ചോദിച്ചു, ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിഹ്നത്തിനെ കുറിച്ചല്ലല്ലോ ചർച്ച, സ്ഥാനാർത്ഥിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം, നമുക്ക് സർക്കാരിന്റെ ദോഷം ചർച്ച ചെയ്താൽ മതി. പക്ഷേ ഈ ചിഹ്നം, ടെലസ്കോപ്പ് എന്ന ചിഹ്നം പറയാൻ കഴിയുന്ന എത്ര CPMകാരുണ്ട് നമുക്ക്? ഇപ്പൊ ചിലരൊക്കെ അത് കാരണം പ്രചരണത്തിന് വന്ന ചിലരൊക്കെ ചേലക്കരയ്ക്ക് പോയി എന്നാണ് കിട്ടിയത്. കാരണം ഇവിടെ വന്ന് വല്ല അബദ്ധങ്ങളും എഴുന്നള്ളിക്കണ്ട എന്ന് വിചാരിച്ച് ചിലര് എറണാകുളത്ത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. ചിലർ പറഞ്ഞു, എന്നാൽ പിന്നെ ചേലക്കര പോയപ്പോൾ അവിടെ ചിഹ്നം ഉണ്ടല്ലോ, ഈ 3 ചിഹ്നം ഒരിടത്തേ ഉള്ളൂ, അരിവാൾ ചുറ്റിയ നക്ഷത്രം ചേലക്കരയിലാണ്, എന്നാൽ പിന്നെ അവിടെയും കൂടെ പോയിട്ട് അത് പോവാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 96 മുതൽ തുടർച്ചയായി CPM ജയിച്ച ചേലക്കരയിൽ ഇപ്പൊ വികസനം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ അവിടുത്തെ MLAമാർ വട്ടപൂജ്യമാണെന്ന് സാധാരണ ജനങ്ങൾ പറയാൻ പറ്റും. കാരണം എല്ലാ CPMന്റെ രാധാകൃഷ്ണൻ എത്ര തവണ MLA ആയി, എത്ര തവണ മന്ത്രിയായി, സ്പീക്കറായി. സാധാരണ എല്ലാ മന്ത്രിമാരും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യത്തിൽ കുറെ കൂടെ ഒരു ഉദാരമായിട്ടുള്ള ഒരു മനോഭാവം സ്വീകരിക്കല്ലോ. എന്നിട്ട് പോലും പലയിടത്തും റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു. തലസ്ഥാനത്ത് തന്നെ എന്താ റോഡിന്റെ അവസ്ഥ? അല്ല, ഈ പണ്ട് കേട്ടിട്ടുണ്ട്, ആനേനെ പിടിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ കാട്ടാനേനെ ആന നടന്നു വന്ന വഴിയിൽ ഒരു വലിയ കടങ്ങ് പിടിക്കുന്നത്. ഇതതിന്റെ വേറെ ഈ കമ്പുകളൊക്കെ വെക്കും, ആനയ്ക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, ആന നേരെ കുഴിയിലേക്ക് പോകും. അങ്ങനെയാണ് അത്ര മുമ്പ് കാട്ടാനേനെ പിടിച്ച് നാട്ടാനയാക്കിയത്. പക്ഷെ ഇപ്പോ നാട്ടാനയ്ക്ക് നമ്മുടെ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല. കാരണം നാട്ടാനേനെ വീഴ്ത്തുന്ന കുഴികളാണ് റോഡുകൾ. ഇവരെന്ത് പറയുമ്പോഴും പറയും കേന്ദ്രം തരുന്നില്ല. ശരിയാ, കേന്ദ്രം തരുന്നില്ല, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, തെലങ്കാനയ്ക്കും കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ, തമിഴ്നാടിന് കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ, മമതയ്ക്ക് കൊടുക്കുന്നില്ലല്ലോ കേന്ദ്രം. പക്ഷെ അവിടേക്ക് എന്താ
അവിടെ ദൂർത്തില്ല. ദൂർത്ത് ഒഴിവാക്കി വികസനം നടത്തുന്നു. ഇപ്പൊ കർണാടകത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്രയാണ്. അവിടെയും കാശ് തരുന്നില്ല കേന്ദ്രം. ഇവിടെ എന്താ? ഇവിടെ ദൂർത്ത്. നിങ്ങൾ കേരളീയം നടത്തി കഴിഞ്ഞ ഈ നവംബറിലല്ല, കഴിഞ്ഞ വർഷം നവംബർ എത്ര കോടി ചെലവിട്ടു? 27 കോടി ചെലവിട്ടിട്ട് എന്ത് നേട്ടം ഉണ്ടായി? എന്നിട്ട് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞു ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഉദ്ഘാടനത്തിന് നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ജനക്കൂട്ടം കണ്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, കണ്ടോ ബഹിഷ്കരിച്ചവർക്കുള്ള മറുപടി. എന്താ സംഭവം അറിയോ? മോഹൻലാലും മമ്മൂട്ടിയും സ്റ്റേജിലുണ്ടായി. അല്ലാതെ ഈ തിരുമുഖം കാണാനല്ല നാട്ടുകാരവിടെ വന്നത്, മമ്മൂട്ടിയും മോഹൻലാലിനെയും കാണാനാ. എന്നിട്ട് നേട്ടം ഉണ്ടായി. എന്നിട്ട് അവർക്കും കൊടുത്ത വണ്ടി ചെക്ക് എന്നാണ് പിന്നീട് കിട്ടിയുള്ളത്. അവരെയും പറ്റിച്ചു, എല്ലാവരെയും പറ്റിച്ചു. അപ്പോ നവകേരള സദസ് പൊളിഞ്ഞു. മുഖ്യമന്ത്രിയുടെ യാത്ര, നവകേരള സദസ്സുകൾ എന്തായി സ്ഥിതി? പൊളിഞ്ഞു പാടിസായി. ഞാൻ ഓർക്കാണ് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കണ്ടാളാണ് ഞാൻ. തുടക്കം തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തിന്റെ MLA. കാലത്ത് 9 മണിക്ക് ജനസമ്പർക്ക പരിപാടി തുടങ്ങി അവസാനിച്ചപ്പോഴാണ് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്ക്. അദ്ദേഹത്തിന് എല്ലാവരും കണ്ടു. അവിടെ വന്ന ആവാല വൃദ്ധജനങ്ങൾ അദ്ദേഹത്തിനെ കണ്ടു, പരാതി പറഞ്ഞു. പല പരാതികൾക്കും സ്പോട്ടിൽ തീരുമാനം ഉണ്ടാക്കി. സാമ്പത്തിക സഹായം അദ്ദേഹം തന്നെ എഴുതി കൊടുത്തു. തൊട്ടടുത്ത കൗണ്ടറിൽ ചെന്ന് ആ തുക ആൾക്കാർ വാങ്ങി. അതായിരുന്നു ജനസമ്പർക്ക പരിപാടി. ഇത് വരും മനുഷ്യന്റെ മുഖത്ത് നോക്കാണ്ടൊരു പോക്കാണ്. അവിടെ ചെല്ലും, മൈക്കിന്റെ മുമ്പില് ഞങ്ങളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല. ഭരണകക്ഷിയുടെ MLA-മാരും MP-മാരും സ്വാഗതം പറഞ്ഞ് ശരിയല്ലെങ്കിൽ അവരുടെ തന്തയ്ക്ക് വിളിച്ചു. മോൻസിന്റെ നാട്ടിലല്ലേ നമ്മുടെ കൂടെ ചാടിപ്പോയ തോമസ് ചാഴിക്കാടിന് കണക്കനുസരിച്ച് കിട്ടി. കാരണം അയാൾ പറഞ്ഞ റബ്ബർ കർഷകരാകെ പ്രയാസത്തില. അപ്പൊ റബ്ബർ കർഷകരുടെ കാര്യം പിന്നെ അവിടെയല്ലേ പറയണ്ടേ, അല്ലാണ്ട് എവിടെയാ പറയണ്ടേ? അതിന് അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തു. ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പിണറായി വന്ന അന്ന് എന്റെ ശനിദശ തുടങ്ങിയതാണ്, ഇപ്പൊ എന്റെ MP സ്ഥാനം കൊണ്ട് പോയി. അയാൾ കരയുന്നു. ഇതന്നെയല്ല. പിന്നെ എല്ലാവരും UDF-നെ ചീത്ത വിളിക്കുക. ഇതിനു വേണ്ടിയിട്ട് സദസ് നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതുകൊണ്ട് എല്ലാം കൊണ്ടും പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ വികസനം ഒന്നും ചർച്ച ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം ഇതൊക്കെ പുറത്തു വരുന്നത് എന്താ പറയേണ്ടത്? അതിനാണ് പറയേണ്ടത് നീലപ്പെട്ടി, മഞ്ഞപ്പെട്ടി, ട്രോളി, ഇനിയിപ്പോ ട്രെയിന്, ബസ്സും കൂടെ പറയാൻ ബാക്കിയുണ്ട്. ബാക്കിയെല്ലായില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കർഷകരല്ലേ? എത്ര കർഷകരുടെ ആത്മഹത്യ ചെയ്തു? സംഭരിച്ചു വെച്ച നെല്ലിന് താങ്ങുവില കൊടുത്തോ? പലരുടെയും നെല്ല് കിൾക്കാൻ തുടങ്ങി. എല്ലാ കർഷകർ ഞങ്ങളോടൊക്കെ പറയുന്നത്, നിങ്ങളെന്തിനാ ഈ അവര് പറയുന്നത് വിവാഹത്തിന്റെ പിന്നാലെ നിങ്ങളെന്തിനാ? ഞങ്ങളുടെ കാര്യം പറയും, ഞങ്ങൾക്ക് പറയാനുണ്ട്, ഞങ്ങളുടെ ദുരിതങ്ങൾ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ അത് പറയും, നിങ്ങൾക്ക് കൂട്ടുകാരാ. അതാണ് ഞാൻ പറയുന്നത്. ഇനി എന്ത് പറഞ്ഞാലും ശരി, അതിന്റെ പുറകെ ഒന്നും പോണ്ട. നമുക്ക് ഈ സർക്കാരിനെ പറ്റി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പിണറായി വിജയൻ വന്നതിന് ശേഷം ഒരു മെച്ചം എന്താ അറിയാം? ഇപ്പൊ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഇടയ്ക്ക് വിളിച്ചാൽ സാധാരണ രീതിയിൽ ഞാൻ എന്താ പറയാ, ഞാൻ 10 ദിവസം മുമ്പ് ഇവിടെ ഒക്കെ പറഞ്ഞതല്ലേ, ഇനി വന്നിട്ട് എന്താ കാര്യം? പിണറായി വരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസം ഇല്ല. കാരണം 10 ദിവസം കൊണ്ട് കൂടുതൽ കക്ഷി ഉണ്ടാക്കി തരും ഓരോ പ്രശ്നം. അതാ പറഞ്ഞത്, അതിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഇത് 2 സർക്കാരുകളെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ 20-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെല്ലാം വിലയേറിയ വോട്ടുകൾ കൈയടയാളത്തിൽ രേഖപ്പെടുത്തി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വിജയിപ്പിക്കണം. പറ്റുമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒക്കെ ഒരു കെട്ടിവെച്ച കാശ് കളയുന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതും കൂടെ ചെയ്താൽ, ഈ ചേലക്കരിയും കൂടെ കൈവിട്ടാൽ, പിന്നെ പിണറായിക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവും. അത് ഏതായാലും 1.5 കൊല്ലം കഴിഞ്ഞാൽ വലിയൊരു മാറ്റം കേരളത്തിലുണ്ടാവും. അതിനു മുമ്പുള്ള ഒരു താൽക്കാലിക ആശ്വാസം നമ്മൾ പറയുമല്ലോ, സാധാരണ ഈ ഭൂതപ്രേതാദികളെ ഒഴിപ്പിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ പെട്ടെന്ന് ഒഴിപ്പിക്കില്ല. ആദ്യം ചെറിയൊരു മന്ത്രം ചെയ്തിട്ട്
ഇതിനെ തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിർത്തും, പിന്നെയാണ് ആവാഹനം നടക്കുന്നത്. അപ്പോ ഇത് അതുവരെ ഒന്ന് പിടിച്ചു നിർത്താനുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ആവാഹനം 2026 നടക്കുക. അതിനുള്ള ആദ്യത്തെ ഒരു കേളികൊട്ടാവട്ടെ പാലക്കാടിന്റെ ഇലക്ഷൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒക്കെ ഞാൻ പറയാം. എല്ലാത്തിനും ഓരോ സമയമുണ്ട്, എല്ലാവരും ഒരുമിച്ചൊന്നും വരേണ്ട കാര്യമില്ല. ആ നേതാക്കൾ വരുന്നതിന് 1 by 1 ആയിട്ട് വരും. അവിടെ എല്ലാവരും വന്നില്ല, ഇനിയിപ്പോൾ ആരും വരാത്ത കുഴപ്പമില്ലല്ലോ. പിന്നെ സ്ഥാനാർത്ഥിയാവുന്നവരെല്ലാവർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ വല്ലതും പറയും. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ശ്രീ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരു പേര് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ വന്നു, എല്ലാവരെയും അറിയിച്ചു. ഈ തെരഞ്ഞെടുപ്പ്